ഇത് ഫളുൽ റഹ്മാൻ അദനി ഉസ്താദ്, ഇവർ ഹാഫിൽ സൈനുൽ ആബിദ് ഉസ്താദ്. രണ്ടുപേരും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. എന്റെ നാട്ടിലുള്ള പഴയ പള്ളിയുടെ ചരിത്രം തേടി ഇറങ്ങിയ സമയത്ത് ആ പള്ളിയിൽ കണ്ടിട്ടുള്ള പഴയൊരു ക്ലോക്കാണിത്. ആ ക്ലോക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ബ്രാൻഡിനെ കുറിച്ച് അറിയാം. പിന്നീട് ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. അതേ സുഹൃത്തുക്കളെ, ഇതൊരു യാത്രയാണ്. അങ്ങനെ വെറുമൊരു യാത്രയല്ല, ചരിത്രം തേടി ചരിത്രത്തിലേക്കുള്ളൊരു യാത്ര. പണ്ട് പെരുവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഹെറിറ്റേജ് ക്ലബിന്റെ കീഴിൽ നാട്ടിലുള്ള പഴയ കാല ചരിത്രങ്ങൾ എന്തെങ്കിലും തേടി വരാൻ പറഞ്ഞ സമയത്ത് നാട്ടിലുള്ള പഴയ പള്ളിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തേടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പഴയ പള്ളിയുടെ ചരിത്രങ്ങളും മറ്റും അറിവുള്ളവരിൽ നിന്ന് തേടി കണ്ടുപിടിച്ച് അന്വേഷിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു യാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്റെ അതേ പാതയിലായിരുന്നു നാട്ടിലെ പ്രിയ സുഹൃത്ത് ഫളുൽ റഹ്മാൻ അദനി ഉസ്താദും. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള കാര്യം അറിയുന്നത്. പിന്നീട് രണ്ടുപേരും ഉറച്ച തീരുമാനത്തോടു കൂടിയിട്ട് ഓരോ ചവിട്ടുപടികളായി മുന്നോട്ട് നീങ്ങി. അറിയാലോ, ചരിത്രമാണ്, അങ്ങനെ എന്തേലും പറഞ്ഞിട്ട് കാര്യമില്ല. ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം, അതിന് കാരണവന്മാരെ കണ്ടുപിടിക്കണം, ചരിത്രങ്ങൾ അന്വേഷിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും ഒരു തുടക്കം എന്ന രീതിയിൽ മലപ്പുറം ജില്ലയിലെ വേങ്ങര, കണ്ണമംഗലം, എടക്കാപ്പറമ്പിലുള്ള പഴയ പള്ളിയെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ കോൾ വഴിയും വാട്സപ്പ് മെസ്സേജ് വഴിയും പലരും സപ്പോർട്ട് ചെയ്തു. എല്ലാവരും ആവശ്യപ്പെട്ടത് ഡീറ്റെയിൽ ആയിട്ട് ആ പള്ളിയെക്കുറിച്ച് ഒരു ഫുൾ വീഡിയോ ചെയ്യുമോ എന്നായിരുന്നു. അവരോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, വർഷങ്ങളോളം പഴക്കമുള്ള പള്ളികളുടെ പൂർണ്ണ ചരിത്രം ലഭ്യമാകുക എന്നത് സാധ്യമാണോ എന്ന് അറിയില്ല. എങ്കിലും ഇൻഷാ അല്ലാഹ് ലഭിക്കുന്ന അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുക തന്നെ ചെയ്യും. കുറ്റൂർ പാടത്തുള്ള ഈ ഒരു പള്ളി നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെ, ഇന്നത്തെ യാത്ര ഈ പള്ളിയെ കുറിച്ച് അറിയാനാണ്. എന്റെ കൂടെയുള്ളത് പ്രിയപ്പെട്ട സുഹൃത്ത് ഹാഫിൽ സൈനുൽ ആബിദ് ഉസ്താദും. ഇന്ന് അദനി ഉസ്താദിന് കൂടെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ പള്ളിയുടെ മുത്തവല്ലിയെ തേടിയിട്ടുള്ള യാത്രയാണ്. വീട് വീടാന്തരം അന്വേഷിച്ച് ലക്ഷ്യസ്ഥാനത്തിൽ എത്തുമെന്ന് പ്രതീക്ഷയോടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ആ പള്ളിയുടെ നിലവിലെ മുത്തവല്ലിയെ കാണാൻ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിലും അവരവിടെ ഇല്ലാത്തത് കൊണ്ട് അവരെ കാണാനോ സംസാരിക്കാനോ സാധിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ ഞങ്ങൾക്ക് ശേഖരിക്കാൻ സാധിച്ചു. ആ പള്ളി എന്ന് മാത്രമല്ല, ഒട്ടുമിക്ക ചരിത്രങ്ങളും ഇവിടെ ഭദ്രമാണെന്നറിഞ്ഞപ്പോൾ പിന്നീട് യാത്ര എടത്തോള ഭവനത്തിലേക്കായിരുന്നു. അവിടെയും നിരാശയായിരുന്നു ഫലം. അവരൊരു യാത്രയിലായതുകൊണ്ട് തന്നെ അവരെയും കാണാനോ സംസാരിക്കാനോ സാധിച്ചില്ല. തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിലാണ്. മലപ്പുറം ജില്ലയിലെ വേങ്ങര പ്രദേശത്തുള്ള ഒട്ടുമിക്ക എല്ലാ പഴയ പള്ളികളുടെ ചരിത്രങ്ങളും ഞങ്ങൾ ഏറെക്കുറെ അന്വേഷിച്ചു കണ്ടെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, ആ അറിവുകൾ അത്രയും നിങ്ങൾക്കും കൈമാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. മലപ്പുറം ജില്ലയിലെ വേങ്ങര പ്രദേശത്തുള്ള പഴയ പള്ളികളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭ്യമാണെങ്കിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുള്ള നമ്പറിൽ ഒന്ന് ഷെയർ ചെയ്താലും. ചരിത്രയാത്രകൾ അവസാനിക്കുന്നില്ല, തുടരുകയാണ്. നിങ്ങളും കൂടെയുണ്ടാകുമെന്ന വിശ്വാസത്തോടെ ഞാൻ ബാദ്ഷാ.